ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വണ്ടി വാങ്ങിയ ഒരു കുഞ്ഞു കുട്ടി വ്ളോഗാണ്. വണ്ടിയുടെ പൂജ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വ്ളോഗിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും. വണ്ടി ഇറക്കിയ സമയത്ത് അമ്മയാണ് ഷോറൂമിൽ നിന്ന് കീ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മേനെ കൊണ്ടാണ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി നാൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് വാങ്ങിയ ഒരു വണ്ടിയാണ് ഞാനിത്. അതായത് കുറേ നാൾ നമ്മൾ വണ്ടി ഇല്ലാണ്ട് നടന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ച് സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് വാങ്ങിയൊരു വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു സ്വപ്നം നടന്നു. ഒരു വണ്ടി ഞാൻ വണ്ടി വാങ്ങിയത് വന്നിട്ട് ഇലക്ട്രിക് വണ്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക് വണ്ടിയാണല്ലോ എല്ലാവരും എടുക്കുന്നത്. അപ്പം പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് നിൽക്കുന്നത് അതായിരുന്നു. ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഈ വണ്ടിയുടെ റേറ്റ് പല ഷോറൂമിൽ തിരക്കിയിട്ടാണ്. നിങ്ങളൊരു വണ്ടി വാങ്ങുമ്പോൾ പല സ്ഥലത്ത് തിരക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ പല സ്ഥലത്ത് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് 61 ഈ മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മോഡൽ വന്നിട്ട് ന്യൂട്രോണിൻ്റെ ലൈറ്റ് Z300 ആണ്. അപ്പം ഇതിന് 61 റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ റേറ്റിൽ ആണ് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഓഫറിൽ വന്ന സമയത്ത് ഞാൻ ഈ വണ്ടി എടുത്തപ്പം 58 ആ ഒരു റേറ്റ്, അതായത് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മളതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം ആയിട്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം എനിക്ക് 58 നിന്നു. 58 ഞാൻ ഓഫർ പ്രൈസിൽ, അതായത് ഓണം ഓഫറിലായതുകൊണ്ട് 58 എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ വണ്ടിയുടെ റേറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 61 ഓൺ ഓഫർ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓൺ ഓഫറിൽ തന്നെ ഞാൻ ചോദിച്ച സമയത്തും 61 അവർ പറഞ്ഞത്. പിന്നെ നമുക്കറിയാവുന്ന ഷോറൂമൊക്കെ കൂടി ആയതുകൊണ്ട് ഞാൻ ന്യൂട്രോണിൻ്റെ ഡയറക്റ്റ് ഷോറൂമിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇടയ്ക്ക് ഡീലേഴ്സ് ഉള്ള ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ₹1 പോലും അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വണ്ടി വാങ്ങി പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഒരു വൈകിട്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് ഇറക്കി. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചു. വണ്ടിയിൽ നാരങ്ങ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നാരങ്ങ കയറ്റി ഇറക്കണം എന്നൊക്കെയുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ രീതിക്ക് നമ്മൾ വാഹന പൂജ കൊടുത്തു. നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ പോയിട്ട് വാഹന പൂജ ചെയ്തു. അപ്പോൾ ശാന്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് തന്നിട്ട് എനിക്കിതാ കീ തരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു കീ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ കീ വാങ്ങി ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെയൊക്കെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെങ്കിലും കുറേ ആൾക്കാരില്ലെങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും സ്വപ്നമായിരിക്കും ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലൊരു സ്വപ്നമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നത്. അപ്പം ഇത് ചെറിയ രീതിക്ക് ഞാൻ ഒത്തിരി ഒന്നും വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല. ജസ്റ്റ് ഒരു റീലിടാം, ഇൻസ്റ്റയിൽ ഒരു റീലിടാം എന്ന് കരുതി ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. പിന്നീട് എനിക്ക് തോന്നി ശരി യൂട്യൂബിലോട്ട് കൂടി ഷെയർ ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് എന്നുള്ളതിലേക്ക് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാണ്. അല്ലാതെ ഞാൻ വ്ളോഗായിട്ട് എടുത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ എടുത്തൊരു വീഡിയോ ആണ്. അമ്മേനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചൊരു വീഡിയോ ഉണ്ട്. ഒരു മെമ്മറി അല്ലേ, ഒരു ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ടൊരു റീലിടാമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഇത് യൂട്യൂബിൽ ഇടണം എന്ന് തോന്നി, ഒരു വ്ളോഗായിട്ടിടണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇടുവാണ്. ഈ വീഡിയോയിൽ വന്നിട്ട് കുറേ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൗണ്ട് വോയിസും കാര്യങ്ങളും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കാര്യം എനിക്കിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം, പനി, തൊണ്ടയെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എങ്കിൽ പോലും എനിക്കത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ഒരു സ്വപ്നമല്ലേ. അപ്പോൾ അത് നടന്നതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അത് പോസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു ഗൈസ്. അങ്ങനെ നാരങ്ങയൊക്കെ കയറി ഇറങ്ങി. ആദ്യം ഞാനിങ്ങനെ പിടിച്ച സമയത്ത് നാരങ്ങ കയറി ഇറങ്ങി. ഇച്ചിരി പാടുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റായിട്ട് നാരങ്ങ കയറി ഇറങ്ങി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു അടിപൊളി മൊമെൻ്റാണ് എനിക്കിത് ലൈഫിൽ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് നമ്മുടെ ചാനലിൽ വന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുൻപേ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാല നമ്മുടെ ഒരു ആഗ്രഹം മാല ഇട്ടിറക്കണം എന്നുകൂടി ഉണ്ടായിരുന്നു. അപ്പം ശാന്തി
അമ്പലത്തിൽ ദേവിക്ക് തന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം മാല കുറവായിരുന്നു, കട്ടിമാല കുറവായിരുന്നു ദേവിക്ക്. പക്ഷേ ഉള്ളതിൽ നിന്നും ഒരു മാല എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിക്ക് ദേവിയെ ചാർത്തിയ മാലയാണ്. അപ്പം ആ മാല നമുക്ക് ഇട്ട് തന്നിട്ട് ആ മാല ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് അമ്പലത്തിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മാല ഇടുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മൊമെൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി അങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അത് എത്രയെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും നമുക്ക് സന്തോഷം കിട്ടുന്നൊരു മൊമെൻറ്റാണിത്. അമ്മയാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അമ്മ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട്, അച്ഛന് വണ്ടിയുണ്ട്. പക്ഷേ നമ്മൾ എവിടെ പോയാലും നമ്മൾ സ്വന്തമായിട്ട് ഞാനും അമ്മയും നടന്നാണ് എപ്പോഴും പോവാറ്. കാര്യം 3 പേർക്കും കൂടി പോകാൻ പറ്റില്ല വണ്ടിയിൽ, പിന്നെ ഓട്ടോ വിളിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവാറ്. നമുക്ക് വണ്ടി എടുത്ത് പോകണം. പിന്നെ ചില സമയത്തൊന്നും അച്ഛനെ വിളിച്ച് അച്ഛൻ കൂടെ വരണമെന്നില്ല, ആളുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും, അപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇതിപ്പോൾ നമുക്ക് സ്വന്തമാണല്ലോ, ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.